morning students, welcome to Political Science class 6. Today we are going to study the remaining part of the lesson diversity and discrimination. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രെജുഡീസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. ഈ രണ്ട് പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഇക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഓക്കെ, stereotypes stop us from looking at each person as a unique individual with his or her own special qualities and skills that are different from others. They fit large numbers of people into only one pattern or a type. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പ് കാരണം നമുക്ക് ഓരോരുത്തരെയും ഡിഫറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അവർ എത്ര യുണീക്കാണെന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് മേക്കിംഗ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ആൻസർ? സ്റ്റീരിയോ ടൈപ്സ് സ്റ്റോപ്പ് us ഫ്രം ലുക്കിംഗ് അറ്റ് ഈച്ച് പേഴ്സൺ ആസ് എ യുണീക്ക് ഇൻഡിവിജ്വൽസ് with his or her own special qualities and skills that are different from others. They fit large numbers of people into only one pattern or a type. ഓക്കെ, അപ്പം ഹാംഫുൾ എഫക്റ്റ് ചോദിച്ചാലും വാട്ട് ഈസ് ദ ഡീമെറിറ്റ്സ് ഓഫ് സ്റ്റീരിയോടൈപ്സ് ചോദിച്ചാലും വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീരിയോടൈപ്സ് ചോദിച്ചാലും ഈ രണ്ട് സെൻറ്റൻസാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സ്റ്റീരിയോടൈപ്സ് അഫക്റ്റ് all of us. They prevent us from doing certain things that we might otherwise be good at. അപ്പോൾ ഇത് കാരണം, ഈ സ്റ്റീരിയോ ടൈപ്പ് കാരണം മറ്റുള്ളവരെന്താണ് കാണുന്നത്, ആ ഒരു ക്വാളിറ്റിയെ നമുക്ക് മറ്റുള്ളവർ തരുന്നുള്ളൂ. അവരെന്ത് കാണുന്നു അതേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇൻഇക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ ഹാപ്പൻസ് വെൻ പീപ്പിൾ ആക്ട് ഓൺ ദെയർ പ്രെജുഡീസ് ഓർ സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറഞ്ഞ വിവേചനം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രെജുഡീസും സ്റ്റീരിയോ ടൈപ്സും കാരണമാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമേജ്, അതായത് ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം പ്രെജുഡീസ് എന്നാണ്? അതായത് ഒരാളെ നമ്മൾ നെഗറ്റീവായിട്ട് സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ആ ആൾക്ക് നമ്മളെക്കാട്ടിലും താഴ്ന്നതായിട്ട് നമ്മൾ കാണുന്നു, അങ്ങനെ അവരെ ജഡ്ജ് ചെയ്യുന്നു. അപ്പം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുവാനുള്ള മെയിൻ കാരണം ഈ പ്രെജുഡീസും സ്റ്റീരിയോ ടൈപ്സും കാരണമാണ്. ഓക്കെ, ഇഫ് യു ഡു സംതിങ് ടു പുട്ട് other people down, if you stop them from taking part in certain activities and taking up jobs, or stop them from living in certain neighborhoods, prevent them from taking water from the same well or hand pump, or not allow them to drink tea in the same cups of glasses as others, you are discriminating against them. ഇവിടെ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് ഈ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ നമ്മൾ തടയുന്നു, അല്ലേ? അതുപോലെ തന്നെ ചില ജോലികൾ ചെയ്യാൻ അവരെ സമ്മതിക്കാതിരിക്കുക. ഉണ്ടോ? ഇൻ സർട്ടൻ ആക്ടിവിറ്റീസ് ആൻഡ് ടേക്കിംഗ് അപ്പ് ജോബ്സ് ഓർ സ്റ്റോപ്പ് ദം ഫ്രം ലിവിങ് ഇൻ സർട്ടൻ നെയ്ബർഹുഡ്സ്. ഇപ്പം നമ്മൾ നമ്മുടെ അയൽവക്കത്ത് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താമസിക്കുന്നത് നമ്മൾ സമ്മതിക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളമെടുക്കുന്ന വെല്ലിൽ നിന്നും അല്ലെ ഹാൻഡ് പമ്പിൽ നിന്നുമൊക്കെ വെള്ളം എടുക്കാൻ അനുവദിക്കാതിരിക്കുക. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ മറ്റുള്ളവർക്ക് ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയാണല്ലേ. അത് ചിലപ്പം ഒരാളെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടം ആളുകളെയും ആയിരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഡിസ്ക്രിമിനേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ബിക്കോസ് ഓഫ് സെവറൽ റീസൺസ്. യു പ്രോബബ്ലി റീകോൾ ഫ്രം ദി പ്രീവിയസ് ചാപ്റ്റർ ദാറ്റ് സമീർ എ ആൻഡ് സമീർ ദോ വെയർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ മെനി വേയ്സ്.
ഓക്കെ, അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സമീർ ഏക്കിൻ്റെ സമീർ ദോയുടെ ഒക്കെ കാര്യം പഠിച്ചില്ലേ? അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഫോർ എക്സാമ്പിൾ, they belong to different religions. This is an aspect of diversity. However, this diversity can also be a source of discrimination. Groups of people who may speak a certain languages, follow a particular religion, live in specific regions, etc., may be discriminated against as their customs or practices may be seen as inferior. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോറിയിൽ പറയുന്ന പോലെ ഇവർ ഡിഫറെൻ്റ് റിലിജനിൽ പെട്ട ആൾക്കാരാണല്ലേ. ഇതിനെ നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. ഈ ഡൈവേഴ്സിറ്റി കൊണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസസ് നമ്മുടെ മറ്റു ചില ആൾക്കാരും തമ്മിൽ ഉണ്ടായിരിക്കും അല്ലേ? നമ്മളും മറ്റുള്ള ആൾക്കാരും തമ്മിൽ, അതായത് എന്തൊക്കെയാണ്, ലാംഗ്വേജിൽ, അതുപോലെ റിലിജനിൽ, അവരവർ താമസിക്കുന്ന സ്ഥലത്ത് റീജിയനിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് കാണും. അതുകൊണ്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റി കാരണം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അനദർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സമീർസ് വാസ് ഇൻ ദെയർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്. സോ ദോ വാസ് പുവർ. ദിസ് ഡിഫറൻസ് ആസ് യു ഹാവ് റിയഡ് earlier is not a form of diversity but of inequality. ഓക്കെ, അപ്പം മറ്റൊരു കാര്യം എന്താണ്, മറ്റൊരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ സമീർ ഏക്കും സമീർ ദോയിലും വരുന്നത്, അതായത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ്. അവരുടെ വെൽത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ പാവപ്പെട്ടവനും ഒരാൾ പണക്കാരനുമാണ്. ഇവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലേ. ഇവിടെ വരുന്ന വേർഡ് എന്താണ്, ഇൻഇക്വാളിറ്റിയാണ് ഇവിടെ വരുന്നത്. പീപ്പിൾ ഹു ആർ പുവർ do not have the resources or the money to meet their basic needs of food. അപ്പം ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, they experience discrimination in. Okay, some pupils may experience both kinds of discrimination. They are poor and they belong to groups whose culture is not valued. ഓക്കെ, അപ്പം ചില ആൾക്കാർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത് രണ്ട് തരത്തിലും വരാറുണ്ട്. അവർ പാവങ്ങളുടെ പേരിലും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഡിഫറൻ്റായ പേരിലും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രൈബൽസ്, ഓക്കെ, അവരൊക്കെ ഡൈവേഴ്സിറ്റി കാരണം ഒരുപാട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വെൽത്തിൻ്റെ ബേസിസിലും ഡിസ്ക്രിമിനേറ്റ് ആവുന്നുണ്ട് ചിലരല്ലേ. എന്നാൽ ഈ രണ്ട് രീതിയിലുമല്ലാതെ ചിലർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേതാണെന്ന് നമുക്കൊന്ന് നോക്കാം. എ കോമൺ സ്റ്റീരിയോടൈപ്സ് അബൌട്ട് മുസ്ലിംസ് ഈസ് ദാറ്റ് they are not interested in educating girls and therefore do not send girls to school. അപ്പം നമ്മുടെ വിചാരം എന്താണ്, മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു ഇമേജ് നമ്മൾ പറയുന്നുണ്ടല്ലേ, മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല എന്ന്, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ഒരു ഇമേജ് അല്ലേ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഹൗവർ സ്റ്റഡീസ് ഹാവ് നൗ ഷോൺ ദാറ്റ് പോവേർട്ടി എമംഗസ്റ്റ് Muslims is an important reason why Muslims girls do not attend school or drop out from school after a few years. Whenever effort has been made to reach education to the poor, there where Muslims community has shown on interest in sending their girls to school. ഓക്കെ, അപ്പം നമ്മുടെ ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവർ സ്കൂളിൽ പോകാത്തത്? അവരുടെ പോവേർട്ടി കാരണമാണ് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം വരികയാണെങ്കിൽ ഈ മുസ്ലിങ്ങളെ സ്കൂളിലേക്ക് വിടാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്കൂൾ ആൻഡ് ദ ഹോം ഈസ് നോട്ട് മച്ച്. There is a good government bus service that helps teachers reach schools in rural areas, and over 60% of the teachers are women. These factors have helped children from poorest families, including Muslim girls, attend schools in much larger numbers. അപ്പം ഈ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ കേരളമാണ്. ഇവിടെ ഒരുപാട് സ്കൂളുകളുണ്ടല്ലേ, അതുകൊണ്ട് വീടിനടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ ടീച്ചേഴ്സ് റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
എന്തുകൊണ്ടാണ്? ഇവിടെ നല്ലൊരു ബസ് സർവീസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് സ്കൂളിൽ പോകുവാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം സ്കൂള് വീടിനടുത്ത് ആണ്. ഇൻ അതർ സ്റ്റേറ്റ്സ് വെയർ much efforts have not been made, children from poorer families, whether Muslim, tribal or so-called lower castes, find it difficult to attend school. Therefore, poverty, not religion, is the cause for non-attendance of Muslim girls in school. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവിടെയുള്ള ട്രൈബൽസോ പോവേർട്ടിയിൽപ്പെട്ടവരോ അങ്ങനെ ലോവർ കാസ്റ്റിൽപ്പെട്ടവരോ സ്കൂളിൽ അവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് ബസ് സർവീസ് അവിടെ ഇല്ല, സ്കൂളിനടുത്ത് വീടില്ല. ഈ കാരണം കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ സ്റ്റീരിയോടൈപ്സ് എന്ന് വെച്ചാൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മുസ്ലിങ്ങളെ കുറിച്ചല്ലേ. മുസ്ലിം ആണോ, അവർ മക്കളെ സ്കൂളിൽ വിടില്ല എന്ന്. ഈ റിലിജൻ കാരണമല്ല, ഇത് റിലിജൻ കാരണമല്ല അവർ സ്കൂളിൽ പോകാതിരിക്കുന്നത് പോവേർട്ടി കാരണമാണ് എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ഓക്കെ.